talk about new normals, everything has changed, right? I had an opportunity to meet the then principal of MacFast, Reverend Dr. Abraham Mulamutil. So he was a very inspirational person that I've met. അപ്പോൾ ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഈ കോളേജിനെ പറ്റി കേൾക്കുന്നതും അച്ഛനെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇങ്ങനെ കോളേജ് ഉണ്ടെന്ന് പോലും അറിയില്ല. 14 years now with MacFast, and I think I enjoyed every moment that I spent there. No regrets. ഒരു രസകരമായ സെഗ്മെന്റിലേക്ക് പോവാണ്. We are moving on to the first segment of the show, rapid fire segment. Are you ready? Sir, what is the thing that you are most afraid of? Like shivering, കൈകളൊക്കെ വിറയ്ക്കുന്നുണ്ട്. Then ചെറിയ ഇരുട്ട് പോലെ കണ്ണിൽ വരുന്നു, and throat drying up. So, okay. If your answer is yes, you can give a thumbs up. If your answer is no, a thumbs down. Copy അടിച്ചിട്ടുണ്ടോ? ഈ ഫംഗ്ഷൻസും പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നതിനിടയിൽ സാർ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനോ ഫംഗ്ഷനിലോ എപ്പോഴെങ്കിലും സാർ ഉറങ്ങിപ്പോയിട്ടുണ്ടോ? കാരണം സാറിന് മാത്രം പണി തന്നാൽ പോരല്ലോ, ബാക്കി ടീച്ചേഴ്സിന് പണി കൊടുക്കണമല്ലോ. അപ്പൊ ഫസ്റ്റ് വേർഡ് സാർ റെഡിയാണോ? Hello everyone, welcome to Master Talks with us, Bright and Nicola. So first of all, we would like to introduce ourselves. I'm Nicola Mariam John and I'm doing my second year MBA in MacFast. And myself, Bright Binu Thomas, second year MBA, MacFast. So once again guys, ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഈ ഷോ എന്താണ്, ഈ ഷോ എന്തിനെ പറ്റിയാണ്, വാട്ട് ഈസ് റിയലി മാസ്റ്റർ ടോക്സ് ഓൾ അബൌട്ട് എന്നീ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്നറിയാം. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവുമായി നിഖില പ്ലീസ്. So yeah, നമ്മുടെ ഈ ഷോ ഒരു കംപ്ലീറ്റ് ഇന്ററാക്റ്റീവ് സെഷൻ ആണ്, വിത്ത് ലൈഫ് സ്റ്റോറീസ്, ഫൺ സെഗ്മെന്റ്സ്, എക്സ്പീരിയൻസസ്, പിന്നെ കുറച്ച് പണികളും. സോ നമ്മൾ ഈ പണികളൊക്കെ ആർക്കാണ് കൊടുക്കുന്നതെന്നല്ലേ? വേറെ ആർക്കുമല്ല, നമ്മുടെ സ്വന്തം ടീച്ചേഴ്സ് ഓഫ് MBA ഡിപ്പാർട്ട്മെന്റ്. സോ ലെറ്റ്സ് കിക്ക് സ്റ്റാർട്ട് our മാസ്റ്റർ ടോക്സ്. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ആരാണ് എന്ന് അറിയാൻ നിങ്ങൾ ഇങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കാന്നറിയാം. He is none other than the smart, the intelligent, the brave head of department MBA, Dr. Sudeep B. Chandramana. Sudeep sir, welcome to the show. Thank you very much. So Sudeep sir, എന്തൊക്കെയുണ്ട് സർ വിശേഷം? ഈ COVID-19 പാൻഡമിക് കാരണം നമ്മളൊക്കെ ഇപ്പൊ വീട്ടിലിരിക്കുകയാണ് ഫ്യൂ മന്ത്സ് ആയിട്ട്. So how's your new normal life going? Yeah, see, to talk about new normals, everything has changed, right? 3 മാസം മുമ്പ് നമ്മൾ ജീവിച്ച പോലെ അല്ലല്ലോ ഇപ്പൊ ജീവിക്കുന്നത്. So everything has changed. പുറത്തേക്ക് പോകുന്നത്, മൂവിക്ക് പോകുന്നത്, അല്ലെങ്കിൽ all sorts of entertainment, having food from outside, all these things have stopped. പിന്നെ എന്താ, mainly restricted to the screens. Yeah. And the family members. So the one good thing is that we get a lot of time to spend with our family. Yeah. Sir, as a student, എനിക്ക് കോളേജിലൊക്കെ ഇരിക്കുമ്പോൾ ഒബ്വിയസ്ലി സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് 1-2 ദിവസമൊക്കെ ലീവ് കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. പക്ഷേ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ നമ്മുടെ ലൈഫിലേക്ക് വരുമായിരുന്നു. ഇപ്പൊ 3 to 4 months ആയി നമ്മൾ വീട്ടിലിരിക്കും. സോ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം, ആസ് എ ടീച്ചർ, ബീങ് ആൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, സാർ ഇപ്പോ ഈ സിറ്റുവേഷനിൽ കോളേജ് മിസ് ചെയ്യുന്നുണ്ടോ, സ്റ്റുഡൻസിനെ മിസ് ചെയ്യുന്നുണ്ടോ, ടീച്ചിങ് മിസ് ചെയ്യുന്നുണ്ടോ? സാർ അതിനെപ്പറ്റി എന്താണ് ഞങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്? കോളേജിനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, കോളേജ് ഈസ് നോട്ട് ജസ്റ്റ് ദ ബിൽഡിങ്സ് ഓർ ദ ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് യു സീ. അപ്പം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഇടയ്ക്ക് കോളേജിലൊക്കെ പോകുന്നതുകൊണ്ട് മിസ് ചെയ്യുന്നില്ല. ഇൻഫ്രാസ്ട്രക്ചറും ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട്, ബട്ട് വെരി ഫ്യൂ. പഠിപ്പിക്കുന്നത് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത്. Yes, I know. കോളേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറയുന്ന ഈ പറഞ്ഞ ബിൽഡിങ്സ് ഒന്നുമല്ല, ദ ലൈഫ് ഇൻ ദ കോളേജ്, ദാറ്റ് ഈസ് വാട്ട് മേക്സ് എ കോളേജ് റിയലി എന്താ പറയാ, നമുക്ക് എപ്പോഴും ഒരു ഇഷ്ടം തോന്നുന്നതിന്റെ കാര്യം അതുകൊണ്ടാണ്. ദർ ഈസ് സം കൈൻഡ് ഓഫ് എ ലൈഫ് ദെയർ. നമ്മൾ കൂട്ടുകാരുണ്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ട്, മറ്റ് സ്റ്റാഫുകളുണ്ട്. പിന്നെ നമ്മുടെ കോളേജിൽ അറിയാമല്ലോ, എല്ലാവരും ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. സ്റ്റാഫ് അങ്ങനെയൊന്നുമില്ല. So I am also missing my colleagues. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ വളരെ കുറവാണ്. എന്തെങ്കിലും സ്പെസിഫിക് ഡ്യൂട്ടീസ് ഉള്ളതേ ഉള്ളൂ. മോർ ദാൻ ദാറ്റ്, കോളേജിന് ഏറ്റവും കൂടുതൽ ലൈഫ് ഉണ്ടാവുന്ന സ്റ്റുഡൻസിന്റെ ഒരു പ്രസൻസ് കൊണ്ടാണ്, സ്റ്റുഡൻസിന്റെ ആക്ടിവിറ്റീസ്. ടീച്ചേഴ്സ് മാത്രം 10-50 പേര് വന്നിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. സോ
in that sense we are missing a lot. മാത്രമല്ല നമ്മൾ ഓൺലൈനിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും ഫിസിക്കലി നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നതിന് ഈക്വലന്റ് ആവില്ല. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സിൽ കൂടെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും ഫിസിക്കലായിട്ട് കാണുന്നു, നമ്മൾ അടുത്ത് വരുന്നു, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നു, വി ഷെയർ എ ലോട്ട് ഓഫ് തിങ്സ്. അതൊന്നും നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് വി ആർ റിയലി മിസ്സിംഗ് ഓൾ ഓഫ് യു. സോ സർ, നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഇപ്പൊ ത്രൂ ഓൺലൈൻ ആയി, സൂം യൂസ് ചെയ്താണ് നമ്മൾ ക്ലാസ്സസ് ഒക്കെ നടത്തുന്നത്. സോ ഒരു സാറിനെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ ടൈം കിട്ടുകയാണ്. സോ ഇതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് ഫാമിലിയുടെ കൂടെ കുറച്ചുകൂടെ ടൈം കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ അത് മാത്രം നോക്കുകയാണെങ്കിൽ യെസ്, ഫാമിലിയുടെ കൂടെ നമുക്ക് ഒരുപാട് ടൈം കിട്ടുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയാമോ, നമുക്ക് വി cannot sustain for a long term confining ourselves to our family alone. അറിയാലോ, we man is a social animal, so we need to have a lot of social interactions also. അപ്പോ നമ്മുടെ ഈ വർക്കിലുള്ള ഇന്ററാക്ഷൻസും വർക്ക് പ്ലേസിലുള്ള ഇന്ററാക്ഷൻസും അല്ലെങ്കിൽ നമ്മൾ പല ഇവന്റ്സ് അല്ലെങ്കിൽ ഒക്കേഷൻസ് ഒക്കെ ഒന്നിച്ചു കൂടുന്നു. സോ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ആർ ആക്ച്വലി മേക്കിംഗ് എ ഹ്യൂമൻ ബീയിങ് എ കംപ്ലീറ്റ് വൺ. It is not just I am sitting alone in my room, or it's not about me spending my time with my family alone. നമ്മൾ എല്ലാവരുമായിട്ടും ഇടപഴകുമ്പോഴും എസ്പെഷ്യലി സൊസൈറ്റിയിൽ നമ്മൾ എന്തുമാത്രം ഇൻവോൾവ് ആവുന്നു അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മളുടെ ലൈഫിന്റെ ഒരു മോട്ടിവേഷൻ പോലും മുന്നോട്ട് പോകാനുള്ളത്. എത്ര നാളാണ് നമുക്ക് തന്നെ അറിയാം, ഒരാഴ്ച ബ്രൈറ്റ് മുമ്പ് ചോദിച്ചത് 2-3 ദിവസം ഇറ്റ്സ് ഓക്കെ. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എവിടെയെങ്കിലും പുറത്തോട്ടൊന്ന് ഇറങ്ങിയാൽ മതി, ആരെങ്കിലും ഒക്കെ ഒന്ന് കണ്ടാൽ മതി. അത് നമ്മുടെ ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ്. അപ്പൊ അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്ത് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ട് ചെയ്തുകൊണ്ട് വീട്ടിൽ മാത്രം ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ തമാശക്ക് പറയുകയാണെങ്കിൽ ഇപ്പോ ചൈനയിലൊക്കെ ലോക്ക്ഡൌൺ റെസ്ട്രിക്ഷൻസ് എല്ലാം നീക്കി കഴിഞ്ഞപ്പോൾ there was a lot of divorce cases filed. There was an increase in number of divorce cases filed എന്ന് പറയുന്നത്. അപ്പൊ too much spending together is also sometimes a problem. നമ്മൾ പറയില്ലേ, എന്ത് റിലേഷൻഷിപ്പിലാണെങ്കിലും കുറേ സമയം കൂടുതൽ അടുത്തുണ്ടാവണം. and the sweetness of the relationship increases when there is longing, right? കുറച്ച് നാള് ഒന്ന് മാറി നിന്നിട്ട് നമ്മൾ തിരിച്ചു വന്ന് ഒന്നും കൂടി ഇന്ററാക്ട് ചെയ്യുമ്പോഴേക്കും it becomes more sweeter, right? So അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. സർ, ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്കും ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും ഒരുപോലെ സാറിന്റെ ഫാമിലിയെ പറ്റി അറിഞ്ഞാൽ താല്പര്യമുണ്ടായിരിക്കും. സോ സാറിന്റെ ഫാമിലി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? Yeah, sure. I stay with my parents, and father, mother. പിന്നെ I have a wife and a daughter. So wife is actually an associate professor in Musliar College of Engineering, Pathanamthitta. She is currently doing her PhD in Amrita University, Kollam. So she is on leave now and doing her PhD. Mole, she is into +2 and she has taken commerce as her favorite subject by choice. So that's about my family. Okay, great. Sir, അടുത്തായിട്ട് സാർ എവിടെയാണ് ജനിച്ചത്? സാറിന്റെ ചൈൽഡ്ഹുഡിനെ പറ്റിയൊക്കെ ഞങ്ങളോട്, സാറിന്റെ സ്കൂളിംഗ് എവിടെയായിരുന്നു, കോളേജ്, കരിയർ ഗ്രോത്ത്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് സാർ ഒന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഞാൻ ജനിച്ചത് എന്റെ സ്വദേശമായ പത്തനംതിട്ടയിൽ തന്നെയാണ്. അപ്പം സ്കൂളിംഗ് എല്ലാം അവിടെയാണ് ചെയ്തത്. പത്തനംതിട്ടയില് കാത്തലിക്കറ്റ് സ്കൂൾ അവിടെയായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് +2 ഇല്ലായിരുന്നു, പ്രീ ഡിഗ്രി ആയിരുന്നു. അതും കാത്തലിക്കറ്റ് കോളേജ് പത്തനംതിട്ടയിലെ ഒരേ ഒരു കോളേജാണ്, അവിടെ പഠിച്ചു. ഐ ടുക്ക് സയൻസ് ആൻഡ് മാത്സ്, 2 എൻട്രൻസും എഴുതി. ഐ ഗോട്ട് അഡ്മിഷൻ ടു TKM കോളേജ് കൊല്ലം for doing my BTech in mechanical engineering. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. I worked for 1 year in a company, electronics company, and then I thought of doing my MBA. അങ്ങനെ ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എഴുതി. I got selected there. I did my full-time 2-year MBA program there. Program MBA 2 years. Last semester ആയപ്പോഴത്തേനും we had very few campus placements during that time. I'm talking about 1995. Okay? Yeah. So but I was fortunate to get 2 placements. One is with a government organization on a contract basis. Infra എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. The other one was a private company called Nest that is based out of Cochin.
So I joined Kinfra as a project trainee there. There are a lot of infrastructure projects that they're doing. I was part of that. It was a good exposure that I got. Very good start, I would say. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ മൂവ് ടു നെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് മൂവ് ചെയ്തു. ദെൻ നെസ്റ്റിൽ ഒരു വർഷത്തോളം ഞാൻ വർക്ക് ചെയ്ത സമയത്ത് ദേ ഹാഡ് എ കൊളാബറേഷൻ വിത്ത് Hyderabad, Andhra Pradesh company called United Telecoms Limited, which was the second leading telecom company in India after Bharti at that time. അപ്പോൾ അത് ഇവർ ജോയിൻ വെഞ്ചർ കമ്പനി ആയിട്ട് ദേ സ്റ്റാർട്ടഡ് എ ന്യൂ കമ്പനി ഇൻ ഗുജറാത്ത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. ദാറ്റ് ഈസ് വെൻ ഐ ഗോട്ട് മാരീഡ്. വൈഫൊക്കെ ആയിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. Then I worked in Gujarat for 2 years. Then the same company started their operations in Andhra Pradesh, Hyderabad. അവിടെ 2 വർഷം വർക്ക് ചെയ്തു. And the same company started an IT enabled services company, BPO, in Bangalore Whitefield. So I was moved there as the head of the operations. അവിടെ 2 വർഷം വർക്ക് ചെയ്തു. Then I also worked in a startup company for 2 years as a business consultant there. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് in 2006 I had an opportunity to meet the then principal of MACFAST, Reverend Dr. Abraham Mulamutil. So അച്ഛനെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെ അവിടെ കോളേജിലുണ്ട്. കോളേജിലെ ആക്ടിവിറ്റീസിൽ ഇല്ലെങ്കിൽ പോലും അച്ഛനെ സ്റ്റേയിങ് ഇൻസൈഡ് ദ ക്യാമ്പസ്. So he was a very inspirational person that I've met, and then he asked me, why don't you come and join us? ഇങ്ങനെ പറഞ്ഞു. ഞാൻ I was also seriously thinking about coming back to Kerala and settling down with my parents. അപ്പോൾ ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഈ കോളേജിനെ പറ്റി കേൾക്കുന്നതും അച്ഛനെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇങ്ങനെ കോളേജ് ഉണ്ടെന്ന് പോലും അറിയില്ല. അങ്ങനെയാണ് ജോയിൻ ചെയ്തത്. ബട്ട് ദെൻ ഓൺവേർഡ്സ് ഇറ്റ് ഹസ് ബീൻ എ വെരി വെരി എക്സൈറ്റിംഗ് ജേർണി ഫോർ മീ. 14 years now with MACFAST, and I think I enjoyed every moment that I spent there. No regrets, and great learning experience till now. That's great. That's great. So sir, there are a long list of experiences undalla sir. So yeah sir, sir actually mechanical engineering പഠിച്ചു എന്ന് പറഞ്ഞു. സോ ആ ഒരു ഫീൽഡിൽ ഫോക്കസ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് മാനേജ്മെന്റ് ഫീൽഡിലാണ് സർ ഫോക്കസ് ചെയ്തത്. സോ വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? എന്നെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് പഠിച്ചു. ലാസ്റ്റ് സെമസ്റ്റർ ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എംടെക് ചെയ്യുക അല്ലെങ്കിൽ ജോബ്, അങ്ങനെ പോകാം. ഞാൻ ജോബ് എന്നുള്ളത് ചൂസ് ചെയ്തു. PG കുറിച്ച് അന്ന് അത്ര സീരിയസ് ആയിരുന്നില്ല. പക്ഷെ ജോബ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഹാൻഡ്സ് ഓൺ എന്നുള്ളതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ മാനേജീരിയൽ സ്കിൽസും കൂടെ അറിഞ്ഞാൽ നന്നായിരിക്കും തോന്നി. സോ അറ്റ് ദാറ്റ് ടൈം there was a huge requirement. Even today there is a huge requirement for somebody who has a techno managerial capability. അതായത് ടെക്നിക്കലായ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം, മാനേജീരിയൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ട് ടെക്നോ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള നോളജ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും എന്നും ആവശ്യമുണ്ട് ബിസിനസ് കമ്മ്യൂണിറ്റി. സോ അങ്ങനെയാണ് ഞാൻ MBA ചെയ്യാമെന്നുള്ളത്. ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി. എസ്പെഷ്യലി ഐ ലൈക്ക് മാർക്കറ്റിംഗ് ഏരിയ. മൈ എൻറ്റയർ കരിയർ ഹാസ് ബീൻ ഇൻ മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻസ്. അതുകൊണ്ടാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് MBA ആയി. പിന്നെ കരിയർ മുഴുവൻ സെയിൽസ് മാർക്കറ്റിംഗ് അങ്ങനെ പോയി. സർ, ലൈഫിൽ ഏത് മൊമെന്റിലാണ് സാർ റിയലൈസ് ചെയ്തത് സാറിന് ഒരു ടീച്ചർ ആവണം, ഒരു അധ്യാപകനാകണം എന്നുള്ളത്? ലൈക്ക് ഇത് തന്നെയായിരുന്നു സാറിന്റെ പാഷൻ, ഇത് തന്നെ ആവണമെന്നായിരുന്നോ, അതോ ഏതെങ്കിലും മൊമെന്റിൽ സാർ റിയലൈസ് ചെയ്താണോ, അതോ ആരെങ്കിലും ഫോഴ്സ് ചെയ്യിപ്പിച്ചായതാണോ? അതിനെപ്പറ്റി എന്താണ് സാർ ഷെയർ ചെയ്യാനുള്ളത്? നല്ല ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും നമ്മൾ പറയും നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ യു വിൽ റിയലൈസ് ദാറ്റ് ദിസ് ഈസ് വൈ യു ആർ ഇൻ ദിസ് പ്ലാനറ്റ് എന്ന് തോന്നുന്നു. അപ്പൊ അത്ര ഭയങ്കരമായ ഒരു റിയലൈസേഷൻ ഒന്നും അല്ലായിരുന്നെങ്കിൽ പോലും എനിക്ക് തോന്നി തുടങ്ങിയത് ഈ ടീച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് എന്നുള്ള ഏരിയയിൽ കുറച്ചും കൂടി എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മെച്ചമായിരിക്കും എന്ന് തോന്നിയത് എപ്പോഴാണെന്ന് വെച്ചാൽ when I started working in companies, മാർക്കറ്റിംഗിലും സെയിൽസിലും ഒക്കെ ആകുമ്പോൾ യു വിൽ ഓൾവേസ് ഹാവ് ന്യൂ പീപ്പിൾ കമ്മിങ് ഇൻ ജോയിനിങ് ന്യൂ ടീം. അപ്പോൾ അവരെ പലപ്പോഴും നമുക്ക് ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. പല കമ്പനീസിലും ട്രെയിനിങ് ഈസ് ഇൻട്രസ്റ്റഡ് വിത്ത് ദ മാനേജർ ആൻഡ് ഹിസ് ടീം. ആ സമയത്ത് ഇപ്പം യു ഹാവ് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് HR team and the trainers on that. So when I started training my sales team, my marketing team, I started realizing that okay, this is something that gives me a kick. This is good, I like that. So അങ്ങനെ ആ മനസ്സിൽ പിന്നെ അപ്പോൾ എന്നും ഉണ്ടായി ആ സംഭവം, എപ്പോഴും ഉണ്ട് ഇങ്ങനെ ഒരു തോന്നൽ. Probably that is why when Mulamutil father asked me why don't you join the college എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അതുമായിട്ട് എനിക്ക് കണക്ട് ചെയ്തിട്ട് I decided, and it's a huge decision at that time,
ബട്ട് എനിവേ ഗുഡ്. സർ, ഞാനിപ്പോ ഈ കോളേജിൽ വന്നിട്ട് 1.5 വർഷമായെന്ന് തോന്നുന്നു. അപ്പം ഫ്രം ദ ഡേ വൺ തൊട്ട് ഈ നിമിഷം വരെ സാർ എപ്പോഴും ഭയങ്കര പോസിറ്റീവാണ്, പറയാതിരിക്കാൻ വയ്യ. കോളേജ് മൊത്തം ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. യു ആർ ഓൾവേസ് ചാമിങ്, യു ആർ ഓൾവേസ് ഹാവിങ് എ കൂൾ മൈൻഡ് സെറ്റ്, യു ആർ ഓൾവേസ് ഫ്രീ. സാർ ഏത് സിറ്റുവേഷൻ, ആർട്ട് സിറ്റുവേഷൻ ആണെങ്കിലും സാർ എപ്പോഴും ചിരിയോട് കൂടിയാണ് നേരിടുന്നത്. സാർ ഇതുവരെയായിട്ടും എന്താ പറയാ, സാറിന്റെ ക്യാരക്ടർ വിട്ട് പെരുമാറിയിട്ടില്ല. സാർ എപ്പോഴും സാർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സാർ ബിഹേവ് ചെയ്യുന്നത്. സോ ഈ ഒരു നേച്ചർ, ഈ ഒരു ക്വാളിറ്റി സാറ് അധ്യാപകനായതിനു ശേഷം സാറിലേക്ക് വന്നതാണോ അതോ സാറ് ഇങ്ങനെ തന്നെ ആയിരുന്നു? ഇങ്ങനൊന്നും അല്ല. നമ്മുടെ ഓരോ ഏജിന്റെ സമയത്ത് യു വിൽ ഹാവ് ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഓഫ് യുവർ പേഴ്സണാലിറ്റി. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് കുറെ കൂടിയൊക്കെ മൈൻഡിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ഓരോ ലേണിംഗ് എക്സ്പീരിയൻസും ഇറ്റ് ഗിവ്സ് ലോട്ട് ഓഫ് നമ്മുടെ മനസ്സിൽ ഒരുപാട് ഇംപ്രഷൻസ് ഉണ്ടാക്കും. I think it is because of the yoga and meditation that I've been practicing for the last 20 years, which is giving me a different perspective of looking at things, complex situations. So what I understood is that there is nothing complex. It is only people who make things complex. നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങളാണെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും it is because of your mind that you think that this is complex. But if you're able to look at that situation, the event, even people from a different perspective and then see that there are some other aspects also of this person or this incident or this particular occasion. അങ്ങനെയാണെങ്കിൽ we will have better clarity in the mind. So meditation has helped me in bringing that clarity more into the situation. And every moment you try to live in that moment, instead of thinking too much about the past and worrying and getting depressed, or thinking too much about the future and getting anxious and tense and stressed. Celebrate every moment of your life. That's what we are here for. That was a meaningful message, sir. Thank you. സർ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ട് കാര്യം ചോദിക്കുകയാണ്. നമ്മളിപ്പോ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒരു സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. സോ സാറിനെ ഇപ്പൊ ഒബ്സർവ് ചെയ്താൽ തന്നെ അറിയാം, സർ ക്ലാസ്സിനുള്ളിലാണെങ്കിലും ക്ലാസ്സിന് പുറത്താണെങ്കിലും സർ സ്റ്റുഡൻസുമായിട്ട് ഒരു റിയലി ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഹൗ ഡു യു മാനേജ് ഇറ്റ്? ലൈക്ക് എങ്ങനെയാണ് ആ ഒരു സ്റ്റുഡന്റ് ടീച്ചർ കണക്ഷൻ സാറിന് എപ്പോഴും നല്ല രീതിയിൽ പോസിബിൾ ആകുന്നത്? എനിക്കില്ല, അത് സ്റ്റുഡന്റ് ടീച്ചർ എന്നുള്ളത് മാത്രമല്ല. നമ്മൾ ആരുമായിട്ടാണോ കണക്ട് ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ടാണോ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുന്നത്, if you consider the other person as also part of you, or if you feel that belongingness with the other person, you don't feel any difference. You don't feel much difference. There are differences, but you don't feel that much difference. നോക്ക്, നമ്മളിപ്പം വീട്ടില് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ ഇരിക്കുമ്പോൾ we are very free and natural, right? പക്ഷെ നമ്മൾ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് എത്തുമ്പോൾ പലപ്പോഴും നമ്മൾ വല്ലാതെ കോൺഷ്യസ് ആവും, അയ്യോ എങ്ങനെയാ എന്താ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ if you can overcome this particular barrier that is stopping you from being natural, അപ്പൊ അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റി, if you can be natural at any situation with any strangers, then you understand that you are already connected with all the people around you. Some way or other we all are here because of some connection. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുപക്ഷെ ഇപ്പൊ സംസാരിക്കുന്നതും കോളേജിൽ എത്തിയതും ഇനി വേറെ എവിടെയെങ്കിലും ഒക്കെ എത്തിപ്പെട്ടാലും there is a reason behind it and there is some connection and because of that we are together. അപ്പൊ നമ്മൾ ഓൾറെഡി കണക്റ്റഡ് ആണെങ്കിൽ പിന്നെ why should we feel strange and why should we feel any kind of different? This sounds like something really out of the world, but this can be made practical and possible. That's what I feel. Something very meaningful. Okay, sir. So, sir, ഈ കോവിഡ് പാൻഡമിക് കാരണമാണ് നമ്മളിപ്പം വീട്ടിലിരിക്കുന്നത്. ബട്ട് ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമ്മൾ മനസ്സിൽ വിചാരിക്കാതെ പോസിറ്റീവ് വേ ആലോചിക്കുകയാണെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ് നമുക്ക് നമ്മുടെ ഹോബീസ്, നമ്മുടെ ഇൻട്രസ്റ്റ് എല്ലാം ഡെവലപ്പ് ചെയ്യാനൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ വാട്ട് ആർ യുവർ ഹോബീസ്, വാട്ട് ആർ യുവർ ഇൻട്രസ്റ്റ്? സാറിന്റെ ഈ ഒരു ടൈം പീരീഡിൽ അതിനുവേണ്ടി സാറിന്റെ ഹോബീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സാറിന് ടൈം കിട്ടുന്നുണ്ടോ? ലൈക്ക് അതിനുവേണ്ടി സാർ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്? എന്റെ ഹോബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടൊരു ഹോബീസ് ഇല്ല എനിക്ക്.
സമയം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലും ബുക്സ് വായിക്കും, പിന്നെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകും. അങ്ങനെ ഒരു വലിയ ഒരു ബുക്ക് വായനക്കാരനോ ഒരു വലിയ ട്രാവലറോ അങ്ങനൊന്നും അല്ല, എൻതൂസിയാസ്റ്റോ അങ്ങനൊന്നും അല്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഐ ഡു ഡിഫറെന്റ് തിങ്സ് rather than getting stuck with one thing. അങ്ങനെ ഞാൻ ലേൺ ചെയ്യാൻ പറ്റും. പിന്നെ one of the things that I realized during this COVID is that I like singing. സ്മ്യൂണിൽ ഞാൻ ആദ്യമായിട്ട് ഒരു അക്കൗണ്ട് ഒക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തില്ല, എന്റെ മോളുടെ അക്കൗണ്ട് ആണ്. അതിൽ കയറി കുറച്ച് പാട്ടുകളൊക്കെ പാടി. അറിയില്ല, but that is something that I realized at the age of 49. I can also sing. മറ്റുള്ളവർ കേൾക്കുമോന്നറിയില്ല, but I can sing. ബട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നല്ല പാട്ടായിരുന്നു സാർ പാടിയതൊക്കെ. സോ സാർ എന്താ പറയാ, ഞാൻ ഒരു ചോദ്യം ചോദിക്കണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ സാർ മുമ്പേ തന്നെ അതിനെപ്പറ്റി മെൻഷൻ ചെയ്തു. ബട്ട് സ്റ്റിൽ മാക്ഫെസ്റ്റിൽ സാർ ജോയിൻ ചെയ്തിട്ട് ഒരുപാട് വർഷമായി. സോ ഇതുവരെയുള്ള ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? അതിനുള്ള ഉത്തരം സാർ പറഞ്ഞു. സോ ഐ എം ആഡിങ് വൺ മോർ ക്വസ്റ്റ്യൻ ഇൻ ടു ഇറ്റ്. വാട്ട് ഡു യു ഫൈൻഡ് ദ മോർ ഇൻട്രസ്റ്റിംഗ് ഇൻ മാക്ഫെസ്റ്റ്? മാക്ഫെസ്റ്റിൽ എനിക്ക് ഏറ്റവും യുണീക്കായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ അവിടെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കൾച്ചറാണ്. ലൈക്ക് നമുക്കറിയാലോ, നമ്മൾ സെക്യൂരിറ്റി ആണെങ്കിലും ഈവൻ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഡയറക്ടർ ഒക്കെ ആണെങ്കിൽ പോലും വി ഹാവ് എ റാപ്പോ വിത്ത് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. മേ ബി ബിക്കോസ് ദ ക്യാമ്പസ് ഈസ് സ്മോൾ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ വെരി ലെസ് കമ്പയർഡ് ടു എ നോർമൽ കോളേജ്. UG ഒന്നുമില്ല, PG മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ വെരി ഫ്യൂ പീപ്പിൾ and we have a very good rapport with each and everyone. So it is like a family. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ കോളേജിലേക്ക് എത്തുന്നുണ്ടെങ്കിലും നമ്മളൊരു അടുത്തൊരു ഫാമിലി, അതിലേക്ക് നമ്മൾ നമ്മുടെ എക്സ്പാൻഡഡ് ഫാമിലിയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു ചിന്തയാണ്. അതാണ് ഒരു പക്ഷേ നമുക്ക് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടൊന്നും തോന്നാത്തത് വർക്ക്. ദാറ്റ് ഈസ് ദ യുണീക്നെസ് ദാറ്റ് ഐ ഫീൽ. ഇപ്പൊ പേരൻസ് ഒക്കെ വരുമ്പോൾ പോലും പലരും പറയാറുണ്ട് ഈ ഒരു കാര്യം. നമുക്കൊരു വല്ലാത്ത ഒരു ആധികാരികമായ ഒരു ശബ്ദം വരുമോ ആൾക്കാരിൽ നിന്ന് കേൾക്കാറില്ല, ഇൻക്ലൂഡിങ് ദ പ്രിൻസിപ്പൽ. വെരി റെയർലി അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാറുള്ളൂ. അപ്പൊ സോ ദാറ്റ് ഈസ് ദ കൾച്ചർ വിച്ച് ഐ എൻജോയ് ലോട്ട് ഇൻ കോളേജ്. സോ സർ ആക്ച്വലി മാക്ഫെസ്റ്റിൽ വന്നിട്ട് ഇപ്പൊ 14 years ആയിരുന്നു സർ പറഞ്ഞു. സോ സർ ഒരുപാട് ബാച്ചസിനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ബാച്ചസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ അപ്പാർട്ട് ഫ്രം മോർഫിയസ് ആൻഡ് അദ്വൈത, ഏത് ബാച്ചാണ് സാറിന് ഒരുപാട് ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ളത്? ഇത് വളരെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നോക്കി നമ്മൾ ഓരോരുത്തർക്കും ഓരോ യുണീക്നെസ് ഉണ്ട്. ഇപ്പൊ മോർഫ്യൂസിലെ അല്ലെങ്കിൽ അദ്വൈതയിലെ ഓരോ കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ഇത്രയും മാസങ്ങളിനിടയിൽ അറ്റ്ലീസ്റ്റ് ഒരു യുണീക്ക് ക്യാരക്ടറിസ്റ്റിക് എങ്കിലും എനിക്ക് പറയാൻ പറ്റും. യു ടെൽ ദ നെയിം ആൻഡ് ഐ ബി ഏബിൾ ടു സേ അറ്റ്ലീസ്റ്റ് വൺ യുണീക്നെസ് അബൌട്ട് ദാറ്റ് പേഴ്സൺ വിച്ച് ഐ ഹാവ് ഒബ്സർവ്ഡ്. കുറെയൊക്കെ ശരിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലായിരിക്കാം. പക്ഷെ ഇതുപോലെയാണ് ആസ് എ ബാച്ച് ഓൾസോ ഇഫ് യു കം ടുഗദർ, യു കം ഔട്ട് വിത്ത് സം സ്പെഷ്യൽ പ്രോഗ്രാംസ് ലൈക്ക് ദിസ് പ്രോഗ്രാം. ഇറ്റ്സ് സംതിങ് ദാറ്റ് നോബഡി ഹാസ് തോട്ട് ബിഫോർ, റൈറ്റ്? അപ്പൊ ദാറ്റ് ഈസ് വാട്ട് മേക്സ് ദിസ് ബാച്ച് യുണീക്ക്. അപ്പം കുറെ പുറകിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ there was this batch of 2007 who actually revived നമ്മുടെ ഈ മാനേജ്മെന്റ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവത്തിനെ ഭയങ്കരമായി ഒരു ബിഗ് സ്കെയിലിലേക്ക് കൊണ്ടുവന്ന ഒരു ബാച്ചാണ്. സോ we remember that batch because of that particular incident or the project that they've done. എന്ന് പറയുന്നത് പോലെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു ബാച്ച് ഉണ്ടായിരുന്നു. അവരെ ആണ് നമുക്ക് ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലൊക്കെ മാക്ഫെസ്റ്റിൽ നമ്മളാരും അധികം അങ്ങനെ പോവാറുണ്ടായിരുന്നില്ല. പോവുകയും ഒരു എന്താ പറയുക നല്ല ഒരു റിസൾട്ട് ഒക്കെ കൊണ്ടുവരികയും ചെയ്തു. സോ ലൈക്ക് ദിസ് ഈച്ച് ബാച്ച് ഹാസ് ഗോട്ട് യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അച്ചീവ്മെന്റ്സ്. അപ്പം അതെല്ലാം നോക്കുമ്പം they all are dear to സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യമാണ്. യു നീഡ് ലോട്ട് ഓഫ് ടൈം ടു അനലൈസ് ഓഫ്. Yeah, I can understand. സാർ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ക്വസ്റ്റ്യൻ. Nice side. സോ സർ കുറച്ചൊന്ന് ബ്രൈറ്റ് ചോദിച്ച പോലെ തന്നെ സാറിന്റെ പോസിറ്റിവിറ്റി എപ്പോഴും റിഫ്ലക്റ്റഡ് ആവാറുണ്ട്. സോ ലൈഫിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു സിറ്റുവേഷൻ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ വരാം. സോ ആ ഒരു സിറ്റുവേഷനിലൊക്കെ സാറിന് ഈ പോസിറ്റിവിറ്റി എപ്പോഴും ആ ഒരു ടൈമിലൊക്കെ സാറിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ലൈക്ക് ഹൗ ഡു യു മോട്ടിവേറ്റ് യുവർ സെൽഫ്? ഡെഫിനറ്റ്ലി. കാരണം അപ്സ് ആൻഡ് ഡൗൺസ് ആർ പാർട്ട് ഓഫ് ലൈഫ്. ഇല്ലേ, നമ്മളിപ്പം ചിരിച്ചോണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പോസിറ്റീവായിട്ടിരിക്കുന്നു,
there are negative incidents happening. There are a lot of shocks that everyone faces in life. One thing to understand is that it is all part of the game, and these incidents that happen in between, it may not last long. ആ ഒരു നമ്മളൊന്ന് ഓർത്താൽ മതി എന്ന് തോന്നുന്നു. ഈവൻ നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരാൾ പോലും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും വി വിൽ ഹാവ് ഡീപ് സോറോ, അല്ലെങ്കിൽ ഭയങ്കരമായി നമ്മൾ ഡൗൺ ആയിട്ടിരിക്കും. പക്ഷേ ദർ ഇസ് ഓൾസോ റിസർച്ച് ദാറ്റ് വാസ് കണ്ടക്ടഡ്, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല ജേർണലും ആർട്ടിക്കിളും, ബട്ട് ദിസ് ഈസ് സംതിങ് ദാറ്റ് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത ഒരു സംഭവമാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, the intensity of sorrow or depression due to any incident to an individual does not last with the same intensity for more than 48 hours. And after 12 days, there is a significant difference in the intensity of sorrow. And after 16 days, it almost becomes normal. And very few occasions that reminds this incident of whatever thing that has disturbed the person comes back to his mind. അപ്പൊ അങ്ങനെ നോക്കിയാൽ നമ്മുടെ ഒരു ലൈഫ് സ്പാൻ 80, 90, 100 years ഒക്കെ ഉണ്ടെങ്കിൽ റൈറ്റ്, അതിൽ ഒരു ഇൻസിഡന്റോ ഒരു ഫെയിലിയറോ ഒന്നും നമുക്കൊരു വലിയ പ്രശ്നമായി കാണേണ്ട കാര്യമില്ല. കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് ഒരു പക്ഷേ ഒരു പാവയുടെ കൈ ഒടിഞ്ഞു, അല്ലെങ്കിൽ ഒരു ബലൂൺ പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിഷമിച്ച് കുറച്ചു നേരം ചിലപ്പോൾ ഇരുന്നിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ അത് ഓർക്കുമ്പോ ചിരി വരുന്നില്ലേ നമ്മുടെ മുഖത്ത്? So like this, maybe at the age of 80 years, if you ask your grandparents, what happened in 16 years or 20 years, do you feel sad about it? ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടമായ കാര്യങ്ങൾ ചിലപ്പോൾ അവർ പറയും ഒരു കണക്കിന് നന്നായി അതൊക്കെ എന്ന് പറയും, അല്ലെങ്കിൽ they'll be able to look back and then see that as with a smile. അപ്പോ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ, ഓവർ ഇമ്പോർട്ടൻസ് ടു ദ ഇൻസിഡന്റ്, ഇവന്റ്സ്, ഒക്കറൻസസ്, ഇതാണ് നമ്മളെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നത് തോന്നുന്നു. So setbacks ഉണ്ടാവും, but it depends on how soon you come back, how resilient are you in bouncing back to your normal life. അത് കൊണ്ടുവരാനായിട്ട് നമുക്ക് we need lot of peaceful state of mind. And ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോഗ and meditation all will help you to increase your resilience, increase your agility, everything that you need to be a successful person. Thank you, sir. Thank you. Sir, ഇപ്പൊ ഒരു സ്കൂൾ ആണെങ്കിലും ഒരു കോളേജ് ആണെങ്കിലും there are certain important roles. For example, principal, vice principal, director, head of department. അപ്പൊ നമ്മുടെ മാക്ഫാസ്റ്റ് കോളേജിൽ ഒരു one of the important role, ഒരു പൊസിഷനിലാണ് സാർ ഇപ്പൊ നിൽക്കുന്നത്, head of department. So being an head of department, സാർ ഈ ഒരു പൊസിഷൻ സാർ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇതിലെ കാര്യങ്ങളാണെങ്കിലും ഓരോന്ന് സാർ ചെയ്യുമ്പോൾ ആർ യു എൻജോയിങ് ഇറ്റ് ഓർ ഡിഡ് യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് അറ്റ് ടൈംസ്? അതിനെപ്പറ്റി സാർ എന്താണ് ഷെയർ ചെയ്യാൻ? See, if you are given more responsibility, or if you take up more responsibilities, definitely there are challenges and risks. That is part of that's part of the responsibility that you take. Appo if you start thinking that it is a headache and I can't hold it, and you won't be able to do anything. Frankly speaking, എനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളോട് ഒട്ടും താല്പര്യമേ ഇല്ലായിരുന്നു കുറെ നാൾ. ഈവൻ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ പറഞ്ഞില്ല, ട്രെയിനിങ്ങിനൊക്കെയുള്ള ആ ഒരു ഇതിലേക്കുള്ള ഒരു പ്ലെയർ ഇൻട്രസ്റ്റ് എനിക്ക് തോന്നി തുടങ്ങിയപ്പോൾ മാനേജീരിയൽ ജോബ്സ് എനിക്ക് തന്നെ ഒരു അത്ര എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞതുപോലെ ടീച്ചിങ്ങിലേക്കൊക്കെ ഫുൾ ടൈം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എനിക്ക് അത്ര വലിയ താല്പര്യം ഒട്ടും തന്നെ എനിക്കൊരു ഇൻട്രസ്റ്റും തോന്നിയിട്ടേ ഇല്ല. പക്ഷെ ഐ വാസ് ഗിവൺ ദിസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ബൈ ദ മാനേജ്മെന്റ്. അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കും അത് തന്നിരിക്കുന്നത്. സോ I will do the maximum. I think I'm doing the maximum best. Trust me, sir, you're doing it. You're doing a wonderful job. അപ്പൊ അതുകൊണ്ട് ഇഷ്ടമാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ യുവർ മൈൻഡ് സെറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് വാട്ട് യു ഡു, യു സ്റ്റാർട്ട് ലൈക്കിംഗ് ഇറ്റ് ആൻഡ് ദെൻ ഡു ഇറ്റ്. സോ സർ, നമ്മൾ സ്റ്റുഡൻസിന്റെ ഇടയ്ക്കൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ഇടയ്ക്കും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. സോ MBA ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ സാറിന്റെ കൊളീഗ്സുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒന്ന് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുമോ? ലൈക്ക് നിങ്ങളുടെ ഇടയിലുള്ള ആ വൈബ് എങ്ങനെയാണ്? We have a lot of time together
and celebrating. So instant ആണ്, instantaneous ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നത്തേക്കൊന്നും വെക്കില്ല. Something has happened with one of our colleagues, something good, എന്തെങ്കിലും we find that a reason for celebration, and then നമ്മൾ ഒരുപാട് ഫ്രീ ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാലും you won't feel there is any hierarchy or anything like that. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവാറില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നുമില്ല. we share a lot of things. നമുക്ക് ഈവൻ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. സെലിബ്രേറ്റ് ഒക്കേഷൻസ് ലൈക്ക് ഫ്രണ്ട്സ്. ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് എ ഫ്രണ്ട്സ് ഓർ ഫാമിലി. സർ ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇപ്പൊ നിൽക്കുകയാണ്. സോ എനിക്ക് സാറിന്റെ ഫ്രണ്ട് സർക്കിളിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ട്. ഐ മീൻ സാറിന്റെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ട് സാറിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട് സർക്കിൾ എന്തായാലും കാണും. സോ ഡു യു മെയിൻറ്റെയിൻ ഗുഡ് കോൺടാക്ട് വിത്ത് ദം? ഇതിനിടയിലൊക്കെ സാറിന് സമയം കിട്ടാറുണ്ടോ? യെസ്. ഞാൻ പഠിച്ച സ്കൂളിന്റെ തന്നെ വി ഹാവ് എ ഗ്രൂപ്പ്. FB-ലും വാട്സാപ്പിലും എല്ലാം ഗ്രൂപ്പ്സ് ഉണ്ട്. നമ്മുടെ സ്കൂൾ കാത്തലിക് സ്കൂളിൽ ഞാൻ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിച്ച കുട്ടികളുമായിട്ട്, കുട്ടികളല്ലേ അവർക്ക് കുട്ടികളായി, അവരുടെ കുട്ടികൾ വലിയ കുട്ടികളാണ്. അതെ, അവരുമായിട്ട് എല്ലാം ടച്ച് ഉണ്ട്. ഞങ്ങളൊരു Zoom മീറ്റിംഗ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും കൂടിയിട്ടുണ്ട്, ഫ്രീക്വൻസി കൂടിയിട്ടുണ്ട്. അതേപോലെ കാത്തലിക് കോളേജിലുണ്ടായിരുന്നു. പ്രീ ഡിഗ്രിയിലാണെങ്കിലും 2 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. പക്ഷേ വി ഹാവ് എ ഫ്രണ്ട് സർക്കിൾ. എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു വലിയ സർക്കിൾ ഉണ്ട്. അത് ലൈക്ക് ബ്രാഞ്ച് വൈസ് ഉണ്ട്, കോളേജിന്റെ ഫുള്ളായിട്ടുണ്ട്, പിന്നെ കുറെ അലമ്പ് ടീംസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. എല്ലാത്തിലും നമ്മളുണ്ട്. അതേപോലെ MBA-യുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിലും പിന്നെ നമ്മൾ വളരെ കുറച്ച് പേര് 8 പേര് ക്ലോസ് ആയിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മുടെ ലൈക്ക് മൈൻഡഡ് പീപ്പിൾ വിൽ ഓൾവേസ് be together for a long time. That is still there and it's going good. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട്. സാറിന് ഒരുപാട് ഡ്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ആർ യു ഹാപ്പി വിത്ത് യുവർ ലൈഫ്? ഡ്രീംസ് റിയലൈസ് ചെയ്യാത്ത ഒരുപാട് ഡ്രീംസ് ഉണ്ട്. ദാറ്റ് ഈസ് ഓക്കെ. നമുക്ക് വിൽ ഹാവ് സം അതർ ഡ്രീം ദാറ്റ് ഡസന്റ് വർക്ക് ഔട്ട്. Look at something else. Okay. എന്തായാലും സാർ, ഞങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം സാർ ഉത്തരം തന്ന് ക്ഷീണിച്ചിരിക്കാന്നറിയാം, ചിലപ്പോൾ ബോറടിച്ചിരിക്കായിരിക്കും, അറിയത്തില്ല. എന്തായാലും സാറിനെ ഇന്ന് എന്റർടൈൻ ചെയ്യാൻ വേണ്ടി, ഒന്ന് എനർജറ്റിക് ആക്കാൻ വേണ്ടി നമ്മളൊരു രസകരമായ സെഗ്മെന്റിലേക്ക് പോവാണ്. വി ആർ മൂവിംഗ് ഓൺ ടു ദ ഫസ്റ്റ് സെഗ്മെന്റ് ഓഫ് ദ ഷോ, റാപ്പിഡ് ഫയർ സെഗ്മെന്റ്. ആർ യു റെഡി? Yes. Okay. First question. So what is one of your hidden talent? I realize music. Music. Great. So, what's the best and worst thing about being a teacher? A best thing is that you keep yourself very young because you are with a lot of youngsters. I don't think there is anything worse or worst about being a teacher. Being a teacher is one of the best noble professions in the world. Right? Great. അടുത്തൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും ചിന്തിച്ചിട്ട് ഓണസ്റ്റ് ആയിട്ട് റിപ്ലൈ തരാം. സർ, ഇഫ് യു വോണ്ട് ദ ലോട്ടറി ആൻഡ് ഡിസൈഡഡ് ടു ഗിവ് അപ്പ് ടീച്ചിങ്, ഐ റിപ്പീറ്റ്, ഇഫ് യു വോണ്ട് ദ ലോട്ടറി ആൻഡ് ഡിസൈഡഡ് ടു ഗിവ് അപ്പ് ടീച്ചിങ്, വാട്ട് വുഡ് യു ഡു ഇൻസ്റ്റെഡ്? Though I give up teaching as a profession, I don't need an income. That's what you meant, I think, right? I don't need an income for the rest of my life. Yeah. Yeah. So I have enough money with me. So what I'll do is, probably I'll settle down in one of my favorite place, sleep all day, eat food, do some workout, yoga, meditation, spend time with family. Perfect. Okay. So your next question. 3 things you can't live without. Meditation. Okay. 1. Breathing. Okay. 2. And being with people. Good, sir. So what's the best thing that happened to you in this month? Is the hope that we are now going to come back to the colleges and schools and activities. Great. Like before. Yeah. So your favorite actor and your favorite movie?
ഫേവറേറ്റ് ആക്ടർ ഒരെണ്ണം പറയാൻ പറ്റുന്നത് രണ്ടും. ഓക്കെ ഓക്കെ. ഫേവറേറ്റ് മൂവി ഈസ് 3 Idiots. Wow, good choice. Excellent choice. So, what is the thing that you are most afraid of? Spider. Spider. Me too. So yeah. So one thing that annoys you the most. പണ്ടൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. Now I don't think there is anything that stays with me for a long time. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച if something doesn't happen the way that we thought, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ലെങ്കിൽ it annoys me, but it won't last long. So, one thing that you would like to replace in your life? Nothing. Okay. Okay. So what's the most embarrassing thing that happened to you in class? അതെന്തായാലും കാണും. While teaching, I don't know embarrassed ആയി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചമ്മലൊക്കെ ഉണ്ടാവും, പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷെ അത്രയ്ക്കൊന്നും അഫക്റ്റ് ആയിട്ടുള്ള തോന്നിയില്ല. പക്ഷെ when I was doing my MBA and there was one training program, personality development, I used to be a very reserved kind of a person. എഞ്ചിനീയറിംഗിലൊക്കെ ആണെങ്കിലും കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഭയങ്കര ബഹളവും ഒക്കെയാണ്. പക്ഷെ പബ്ലിക് ഫോറത്തിലൊക്കെ വരുമ്പം ഞാൻ ഭയങ്കര എന്താ പറയുക ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിരുന്നു. അപ്പോൾ there was this training program wherein on the first day the trainer asked all of us, 30 of us were there in that time, to come forward and introduce. അപ്പോൾ 2-3 പേരുടെ റാൻഡം ആയിട്ടാണ് വിളിക്കുക. 2-3 പേരുടെ വിളിച്ചു കഴിഞ്ഞിട്ട് he called me, come. There was a podium. എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അറിയാമായിരുന്നു this is the first time that I am facing a crowd of 30 എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര ക്രൗഡായിട്ടാണ്. മുമ്പ് വന്നു, ഞാൻ ആ പോഡിയത്തെ കയറി പിടിച്ചു. പിന്നെ I started sweating, light shivering, കൈകളൊക്കെ വിറയ്ക്കുന്നുണ്ട്. then ചെറിയ ഇരുട്ട് പോലെ കണ്ണിൽ വരുന്നു, and throat drying up, എല്ലാ ഫീലിംഗും എനിക്ക് ഭയങ്കര വല്ലാത്ത തലയുടെ പുറകിലൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ തോന്നി. അത് ഭയങ്കര എംബാരസിംഗ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്കൊന്നും പറയാൻ പോലും പറ്റി. then this trainer came to me and അടുത്ത് വന്നിട്ട് കൈയൊക്കെ പിടിച്ചിട്ട് കൂൾ ഡൗൺ എന്നൊക്കെ കൊച്ചു കുട്ടികൾ പറയുന്നത് പോലെ ഒക്കെ പറഞ്ഞിട്ട് then he asked me to take a few deep breaths. പറയാൻ പറഞ്ഞു. ഞാൻ എന്തോ 3-4 സെന്റൻസ് ഒക്കെ പറഞ്ഞു, മണ്ടത്തരം പോലെ എന്തൊക്കെയോ പറഞ്ഞു. On the third day of the training program, this trainer again asked if anybody wants to say something. And then I volunteered as the first person to come to the podium and then said that I realized that this is something that I'm really lacking, and by the time 2 years I finish my MBA, I'll make sure that I'll be able to stand in front of a crowd and then speak whatever I feel like. ഈ ഒരു 2-3 സെന്റൻസേ ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ the first day of the training program I consider the most embarrassing thing that happened to me. Okay. But it ended really well, no? Yes. So last question for the segment. Describe yourself in 3 words. I love what I do. How many words? 3 points ആയിട്ട് പറഞ്ഞാലും മതി സർ. Okay. So നമ്മുടെ റാപ്പിഡ് ഫയർ സെഗ്മെന്റ് കഴിഞ്ഞു. സർ കുറച്ച് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് സാറിന്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. So if your answer is yes, you can give a thumbs up. If your answer is no, a thumbs down. Okay. So your first question. കോപ്പി അടിച്ചിട്ടുണ്ടോ? സർ സപ്ലൈ അടിച്ചിട്ടുണ്ടോ? സർ പ്രണയിച്ചിട്ടുണ്ടോ? സർ നമ്മുടെ മാക് ഫസ്റ്റിൽ ഒരുപാട് പ്രോഗ്രാംസും ഫംഗ്ഷൻസും ഒക്കെ നടന്നിട്ടുണ്ട്. സോ ഈ ഫംഗ്ഷൻസും പ്രോഗ്രാംസും ഒക്കെ നടക്കുന്നതിനിടയിൽ സാർ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനോ ഫംഗ്ഷനിലോ എപ്പോഴെങ്കിലും സാർ ഉറങ്ങിപ്പോയിട്ടുണ്ടോ?
Many times. സർ, ഒരു റീസണും ഇല്ലാതെ കോളേജിൽ നിന്ന് ലീവ് എടുത്തിട്ടുണ്ടോ? So that was really great. You answered very well, sir. Moving on to the last segment. കഴിഞ്ഞ സെഗ്മെന്റ്സിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടൊരു സെഗ്മെന്റ് ആണിത്. ഓക്കെ, ടീച്ചേഴ്സ് റിലേറ്റ് ചെയ്തിട്ടൊരു സംഭവമാണ്. നമ്മുടെ MBA ഡിപ്പാർട്ട്മെന്റിൽ ടീച്ചേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടൊരു സംഭവമാണ്. സോ സർ, ഞങ്ങൾ കുറച്ച് വേർഡ്സ് സാറിനോട് പറയും. അത് കേൾക്കുമ്പോൾ സാറിന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു മെയിൽ ഫാക്കൽറ്റി ആൻഡ് ഫീമെയിൽ ഫാക്കൽറ്റിയുടെ പേര് പറയണം. കാരണം സാറിന് മാത്രം പണി തന്നാൽ പോരല്ലോ, ബാക്കി ടീച്ചേഴ്സിന് പണി കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് വേർഡ്, സാർ റെഡിയാണോ? Yes. First word, foodie. Preeta Miss. Okay. Male faculty. Vijay Mohan sir. Great. Okay. So, angry bird. നമ്മുടെ ഫാക്കൽറ്റിയിൽ ആരും ഇല്ല ആംഗ്രി. Both male and female. Okay. Sir, അടുത്ത ശ്രദ്ധിച്ചേക്കണേ. മാസ്റ്റർ ഇൻ ചളി. ജിബു സർ. Okay. Okay. Female faculty. Jerly Miss. Wow. Okay, that was great. Okay. So, stylish. Ajay sir. Okay. Female. Female Tintu Miss. Okay. So the last one, talkative. Neetu Miss. Okay. Male faculty. Male Male. union. No? Male talkative. Jeevan sir. Okay, okay. ഓക്കെ സർ, സോ നമ്മുടെ സെഗ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു കുട്ടി ടാസ്ക് സാറിന് തരികയാണ്. സോ ഞാനിപ്പോ ഒരു വേർഡ് പറയും. ആ വേർഡിന്റെ സ്പെല്ലിംഗ് റിവേഴ്സ് ഓർഡറിൽ സർ സ്പെൽ ചെയ്യണം ഫോർ 3 times. Okay. ഓക്കെ, യുവർ വേർഡ് ഇസ് ചാർജർ. REGAHC. No, you are wrong. REGRAHC. Okay. Yeah, correct. Okay, again 3 times. REG RE. Wait. It's gone. It's okay, sir. It's okay. So, sir, നമ്മുടെ This is an segments. embarrassing moment. Yeah. Okay. Next interview ന് സാറിന് പറയാൻ ഒരു മൊമെന്റ് ആയി. Yes. ഓക്കെ സർ, സോ നമ്മുടെ സെഗ്മെന്റ്സും നമ്മുടെ ടാസ്കും ഒക്കെ കഴിഞ്ഞു. സോ ബിഫോർ വൈൻഡിങ് അപ്പ്, സർ കുറച്ചു മുമ്പേ പറഞ്ഞു സാറിന്റെ ഒരു ഹിഡൻ ടാലന്റ് ആയിരുന്നു സിംഗിങ്. സോ ഞങ്ങൾക്കും അറിയാം സാർ നല്ലപോലെ പാടുമെന്ന്. സോ ഞങ്ങൾക്ക് വേണ്ടിയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും സർ ഒരു നല്ല പാട്ട് പാടും. This Please. is totally unexpected. ചന്ദനമണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. You sang really well. It was great. നല്ല So, രസം. sir, it's almost time to wind up our show. Sir, it was great having you here. We had lots of fun with you, and it was a great experience for us being with you. Alla Nikla. യെസ്, സാറിന്റെ ലൈഫ് സ്റ്റോറീസ്, എക്സ്പീരിയൻസസ്, പിന്നെ ഞങ്ങളുടെ കുറച്ച് കുസൃതികൾക്കും സാർ കൂടെ നിന്നു. ഇറ്റ് വാസ് റിയലി ഫൺ. താങ്ക് യു വെരി മച്ച്. സമയം പോയത് അറിഞ്ഞേ ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വെരി വെരി എക്സൈറ്റിംഗ് ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് ഓൾസോ. ഇങ്ങനെ റൗണ്ട്സും ക്വസ്റ്റ്യൻസും എല്ലാം ഇറ്റ് വാസ് റിയലി ഗുഡ്. എൻജോയ്. Thank you, sir. Sir, before we conclude, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ
ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിനോട് എന്താണ് സാറിന് പറയാനുള്ളത്? അതുപോലെ തന്നെ ഞങ്ങളുടെ ഷോവിനെ പറ്റി സാറിന് എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ there is a big lesson in front of us. അതായത് unless we change, unless we adapt to the change, we are not likely to survive. അപ്പോൾ ന്യൂ നോർമൽസിൽ നമ്മൾ ഇരിക്കുന്നു. എൻറ്റയർ പാരഡൈം, ഇറ്റ്സ് എ ന്യൂ പാരഡൈം, ന്യൂ സെറ്റ് ഓഫ് റൂൾസ് ഗവേണിങ് അവർ ലൈഫ്. അപ്പോൾ അതുമായിട്ട് എത്രയും വേഗം അഡാപ്റ്റ് ചെയ്യുന്നോ ആൻഡ് നമ്മുടെ സക്സസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ചേഞ്ച് ഈസ് സംതിങ് ദാറ്റ് ഈസ് happening every moment, and how fast and how quickly you adapt to the change will determine your success. അതാണ് എനിക്കിപ്പോൾ പറയാനായിട്ട് തോന്നുന്നത് എല്ലാവരോടും. And this show, this is a totally innovative thing that has happened in the college. ഞാൻ പറഞ്ഞ ഇത്രയും വർഷങ്ങളിലിടയിൽ ഇത് is a very very unique program. നിങ്ങൾ വളരെ enthusiastic ആയിട്ട് ഇത്രയും ചിന്തിച്ച് ഇതിനകത്ത് ഇത്രയും എന്താ പറയുക കണ്ടന്റ്സ് ഒക്കെ ഉണ്ടായി. വെറുതെ ചുമ്മാ ഒരു ടോക്ക് ഷോയോ അങ്ങനത്തെ ഒരു സംഭവം അല്ല. ഇറ്റ് ഇസ് റിയലി റിയലി ഗുഡ് ആൻഡ് യു സെറ്റ് എ വെരി ഗുഡ് ബെഞ്ച് മാർക്ക് ഫോർ ഓൾ ദ ടോക്ക് ഷോസ് ദാറ്റ് ആർ ഹാപ്പനിങ് അറൗണ്ട് ദാറ്റ്. റൈറ്റ്? താങ്ക് യു. ഐ എൻജോയ്ഡ് ഇറ്റ് thoroughly every moment. Thank you. So once again, thank you so much, sir. പെട്ടെന്ന് തന്നെ കോളേജ് തുറന്ന് സാറിനെ കാണാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Same here, missing you all. Till then, bye-bye, sir. Bye-bye. Take care. So thank you so much everyone for being with us and for watching Master Talks. Yes. ഇന്ന് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ആയിരുന്നു. ആൻഡ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് നമ്മുടെ MBA ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ സുദീപ് ബി ചന്ദ്രമന, നമ്മുടെ സ്വന്തം സുദീപ് സാർ ആയിരുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ us being with him. സാറിന്റെ ലൈഫ് ഇൻസിഡൻസ് ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു. സാറിന്റെ ലൈഫ് എക്സ്പീരിയൻസസ് ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു. ഇറ്റ് വാസ് ലിറ്ററലി എ ഗ്രേറ്റ് ടൈം ബീങ് വിത്ത് ഹിം. സോ ഇനിയും വരും ദിവസങ്ങളിൽ നമ്മുടെ MBA ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ രസകരമായ സെഗ്മെന്റ്സും ഗെയിംസുമായിട്ട് ഞങ്ങളും വരും. So till then, stay home, stay safe and stay healthy. Bye-bye. Bye-bye.